ഹലോ ഹായ് മക്കളെ, ഇനി ഒട്ടും മടിച്ചിരിക്കാനും ഒന്നും നോക്കിയിരിക്കാനില്ല. നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ക്രിസ്മസ് എക്സാമിന്റെ വക്കിൽ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടല്ലേ. ഇനി ഒന്നും നോക്കാനില്ല, വെറും വിരളിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ നമുക്ക് എന്തുള്ളൂ, എക്സാമിലേക്കുള്ളൂ. അങ്ങനെ ആവുന്ന സമയത്ത് എല്ലാവർക്കും ഉള്ള സംശയമാണ്, ഏതൊക്കെയാ സാറേ എസ്സേക്ക് പഠിക്കേണ്ടത്, 8 മാർക്കിന്റെ ചോദ്യം ഏതൊക്കെയായിരുന്നു എന്നുള്ളൊരു വലിയ സംശയത്തിലാണല്ലേ നമ്മൾ നിൽക്കുന്നത്. ഓക്കെ, വിച്ച് മീൻസ് എന്താണ് ഈ പറഞ്ഞ 3 ചോദ്യങ്ങൾ തന്നിട്ട് അതിൽ ഇഷ്ടമുള്ള 2 ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ നോക്കുകയാണ്, ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട്, ഒക്കെ ഉണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് ഷുവർ എസ്സേ ക്വസ്റ്റ്യനിലേക്ക് സാധ്യത ഉള്ളത് 2ാമത്തെ ചാപ്റ്ററിന് ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസിന്റെ ഭാഗത്ത് നിന്ന് ഒരു ചോദ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പാർട്ട്ണർഷിപ്പ് എന്താണെന്നോ അതിന്റെ മെറിറ്റും ഡിമെറിറ്റോ കാര്യങ്ങളോ ഫീച്ചേഴ്സും ആയിട്ടുള്ള ഒരു ചോദ്യം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. 2ാമതായിട്ട് പറയുന്നത് ഡിസ്ക്രൈബ് ദ വേരിയസ് ഫംഗ്ഷൻസ് പെർഫോംഡ് ബൈ ദ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഇൻ ഇന്ത്യ. ബിസിനസ് സർവീസസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പ്രധാനപ്പെട്ടിട്ട് 5 സർവീസുകളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിലും അതൊരു എസ്സേക്ക് സാധ്യതയുള്ള ഭാഗമാണ് കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫംഗ്ഷൻസ് എന്നുള്ളത്. അത് പഠിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഒന്നുമില്ല, നമ്മളൊക്കെ ബാങ്കിങ് കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് ബാങ്കിന്റെ ഫംഗ്ഷനുകൾ എന്തൊക്കെയാണെന്ന് ഈസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. 3ാമതായിട്ട് പോകുന്നത് എഫ്ലി ദ 4 മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. എഗെയിൻ സെക്കൻഡ് ചാപ്റ്ററിന് അടുത്ത സാധ്യത അല്ലെ, അടുത്ത സാധ്യത ആർക്കാണ്? സോൾ പ്രൊപ്രൈറ്റർക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ സോൾ പ്രൊപ്രൈറ്റർ, ഇത് രണ്ടിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ എന്തായാലും എവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്? എസ്സേ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എക്സ്പ്ലെയിൻ എനി 5 ഫാക്ടേഴ്സ് ദാറ്റ് ആർ ഇമ്പോർട്ടൻറ്റ് ടു കൺസിഡർ വൈൽ സ്റ്റാർട്ടിങ് എ ബിസിനസ്. നമ്മൾ ചാപ്റ്റർ 1 ഒരു ബിസിനസ് സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളൊരു ഭാഗം പഠിച്ചിട്ടുണ്ട്. ആ ഭാഗത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഇനി 5 പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ്. ഇൻഷുറൻസിന്റെ പ്രിൻസിപ്പിൾസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, അതും ഒരു പ്രധാനപ്പെട്ടതാണ്. വാട്ട് ഈസ് MNC? എക്സ്പ്ലെയിൻ 4 ഫീച്ചേഴ്സ് ഓഫ് MNC. അതേപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ മൾട്ടിനാഷണൽ കമ്പനിയുടെ ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ എന്താണ് കണ്ടന്റ് ഓഫ് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ. നോക്കുന്ന സമയത്ത് 1, 2, 3, 4, 5, 6, 7 മാഷെ 7 എണ്ണമൊക്കെ കുറച്ച് അധികം അല്ലേ എന്ന് പറഞ്ഞാൽ വെറും 3 എണ്ണേ ചോദിക്കുള്ളൂ. അത് 2 എണ്ണം ഞങ്ങൾക്ക് എഴുതാനുള്ളൂ. അതിന് ഈ 7 എണ്ണമൊക്കെ പഠിക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ് അല്ലേ. നിങ്ങൾക്ക് പ്രഡിക്ഷൻ ഒന്നും ചെയ്യാൻ അറിയില്ല എന്നുള്ളത് തോന്നുന്നുണ്ടാവും. മക്കളെ, ഞാൻ പറയാണ്, ഈ 7 എണ്ണം നിങ്ങൾക്ക് അറിയെങ്കിൽ നമുക്കറിയാം 8 മാർക്കിന്റെ ചോദ്യം, അത് കഴിഞ്ഞ് നമ്മുടെ 5 മാർക്കിന്റെ ചോദ്യം, അത് കഴിഞ്ഞ് 4 മാർക്കിന്റെ ചോദ്യം. എനിക്ക് ഉറപ്പാ മക്കളെ, ഈ 7 ചോദ്യങ്ങൾ ഈ 3 ഭാഗങ്ങളിലായി നിങ്ങൾ പ്രതീക്ഷിച്ചോളുക. ഓക്കെ, എന്തായാലും എസ്സേക്ക് ഇതിലുള്ള 2 ചോദ്യങ്ങളെ വരുള്ളൂ. അതിൽ നിന്നും ഈ പറഞ്ഞതുപോലെ തന്നെ ബാക്കി 5 മാർക്കിന്റെ 3 ചോദ്യങ്ങളിലും ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ചോദ്യങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവും എന്നുള്ളതാണ്. അങ്ങനെ പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് പോകണമെന്ന് ഓടിച്ചു പോവാണ്. പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 2ഓ അതിലധികമോ പേര് എന്ത് ചെയ്യുന്നു, ഒരു ബിസിനസ് സ്ഥാപനം നടത്തുന്നുണ്ട് അല്ലേ. നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഒരുമിച്ച് നടത്തുന്ന സ്ഥാപനത്തിനാണ് എന്ത് പറയുന്നത്? പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്ന് പറയുന്നത്. എല്ലാവരുമോ അല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ടി ഒരാളോ എന്ത് ചെയ്യുന്നു അല്ലെ. ഈ പറഞ്ഞ പാർട്ട്ണർഷിപ്പ് എല്ലാവരും ഒരുമിച്ച് പണിയെടുക്കണമെന്നില്ല, ഒരാൾ മാത്രമായിരിക്കും ആക്റ്റീവ് പാർട്ട്ണറായിട്ട് നിൽക്കുന്നത്. അങ്ങനെ ഉള്ളതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്ന് പറയുന്നത്. ഇതിന്റെ മെറിറ്റ്സ് നോക്കുകയാണെങ്കിൽ അതിനെന്താണ്? ഈസി ഫോർമേഷൻ ക്ലോഷർ അല്ലെ, രൂപീകരിക്കാനും അടച്ചുപൂട്ടാനും എളുപ്പമാണ്. ബാലൻസ് ഡിസിഷൻ മേക്കിംഗ് ആണ്, എല്ലാവരും കൂടി തീരുമാനിച്ചെടുക്കുന്ന തീരുമാനങ്ങളായിരിക്കും ഉണ്ടാവുക. സന്തുലിതമായ തീരുമാനം. മോർ ഫണ്ട്സ്, കൂടുതൽ ഫണ്ട് ഉണ്ട് അല്ലേ. ഒരാൾ ബിസിനസ് തുടങ്ങുന്നതിന് കൂടുതൽ ഫണ്ട് ഇവിടെ ഉണ്ടാവുന്നുണ്ട്. ഷെയറിംഗ് ഓഫ് റിസ്ക്, നഷ്ടസാധ്യത എല്ലാവരും കൂടി ഒരുമിച്ച് പങ്കുവെക്കുന്നു. ഒറ്റയ്ക്ക് എന്ത് ചെയ്യേണ്ട, റിസ്ക് എടുക്കേണ്ട, എല്ലാവരും കൂടി ഒരുമിച്ച് എടുക്കാം. സീക്രസി ക്യാൻ ബി മെയിൻറ്റെയിൻഡ്, രഹസ്യ സ്വഭാവം അതിലുണ്ടാവും. നമ്മുടെ നമ്മുടെ പാർട്ട്നേഴ്സ് തമ്മിൽ മാത്രമേ ബിസിനസിന്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യേണ്ടതുള്ളൂ. അടുത്തതായിട്ട് അതിന്റെ ലിമിറ്റേഷൻസ് നോക്കുന്ന സമയത്ത് അൺലിമിറ്റഡ് ലയബിലിറ്റി ആണ് അല്ലേ, അപരിമിതമായ ബാധ്യതയാണ്. ബിസിനസ് നഷ്ടത്തിൽ വന്നു കഴിഞ്ഞാൽ സ്വന്തം വീടും വരെ വിറ്റിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? പണം കൊടുക്കേണ്ടി വരും. ലിമിറ്റഡ് റിസോഴ്സസ് മാത്രമേ ഉള്ളൂ. നമ്മളൊരു സോൾ പ്രൊപ്രൈറ്ററിനെ നോക്കുമ്പോൾ കുറച്ചുണ്ടെങ്കിലും ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിലൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ കുറച്ച് റിസോഴ്സ് മാത്രമേ നമുക്കുള്ളൂ, പരിമിതമായ വിഭവങ്ങളേ ഉള്ളൂ. കോൺഫ്ലിക്റ്റ് പ്രധാനപ്പെട്ടതാണ്. ഈ പാർട്ട്നേഴ്സ് ആവുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ട്സ് ആയിരിക്കും, അടുത്ത ചങ്ങായിമാരായിരിക്കും, പക്ഷേ എന്തിനുള്ള ചാൻസ് ഉണ്ട്? പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ലാക്ക് ഓഫ് കണ്ടിന്യൂറ്റി. ബിസിനസ്സിൽ ഈ പറഞ്ഞതുപോലെ തന്നെ 2 പാർട്ട്നേഴ്സ് ഒക്കെ ആണെങ്കിൽ ഒരാൾ മരണപ്പെട്ടാൽ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടുന്നുണ്ട്. ലാക്ക് ഓഫ് പബ്ലിക് കോൺഫിഡൻസ്. ഈ പറഞ്ഞ പോലെ പബ്ലിക്കിന് നമ്മുടെ ബിസിനസ്സിന് ഒരു വിശ്വാസക്കുറവുണ്ടാകും. ഇതൊക്കെ ഇതിൻ്റെ ഡിമെറിറ്റ്സ് ആണ്. ഇതെന്താ സാർ ഇത്ര പെട്ടെന്ന് പറയുന്നത്? മക്കളെ, ഓൾറെഡി കഴിഞ്ഞ ലൈവൊക്കെ നിങ്ങൾ കണ്ടു നോക്കുക, കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ. എല്ലാം ഇത് വെറും ഒരു ഷോർട്ട് വീഡിയോ ആയതുകൊണ്ടാണ് കേട്ടോ. ആൻഡ് വി ആർ ഗോയിങ് വിത്ത് വേരിയസ് ഫംഗ്ഷൻസ് പെർഫോംഡ് ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. എടാ, ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക് നമ്മുടെ നാട്ടിലത്തെ HDFCയും SBIയും ഫെഡറലും HDFCയും ICICI ബാങ്കും ഒക്കെ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? ഒരു ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്, നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. ലെൻഡിങ് ഓഫ് ഫണ്ട്സ്, ലോൺ കൊടുക്കുന്നുണ്ട്. വായ്പ നൽകുക. ചെക്ക് ഫെസിലിറ്റി, ചെക്ക് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആർക്കും പൈസ കൊടുക്കാനുണ്ട്, ചെക്ക് ബുക്ക് കൊടുക്കുന്നുണ്ട്. പണം അടയ്ക്കലില്ല. അടുത്തത് കൊടുക്കുന്നു റെമിറ്റൻസ് ഓഫ്, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിക്കുന്നുണ്ടോ സ്പീഡിൽ ചെയ്തപ്പോൾ. അപ്പോൾ ഇന്ന് തന്നെ ചെക്ക് ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട്. റെമിറ്റൻസ് ഓഫ് ഫണ്ട്, പണം അടയ്ക്കാനുള്ള, പണം ട്രാൻസ്ഫർ ചെയ്യാനുള്ള സാധ്യതകൾ കൊടുക്കുന്നുണ്ട്.
അലൈഡ് സർവീസുകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള സർവീസുകൾ, നമ്മുടെ ബില്ലൊക്കെ ആരടച്ചിരുന്നുണ്ട്, ബാങ്ക് അടച്ചിരുന്നുണ്ട്. ഇതുപോലെ എന്ത് ചെയ്യുക, ഫങ്ഷൻസ് ചെയ്യുക. എഴുതിക്കോ, ഡെബിറ്റ് കാർഡ് തരുന്നു, ക്രെഡിറ്റ് കാർഡ് തരുന്നു, ATM ഫെസിലിറ്റി തരുന്നു, ബാങ്ക് ലോക്കർ തരുന്നു. ഇങ്ങനെയൊക്കെ നിങ്ങൾക്കും എഴുതാം. നിങ്ങൾക്ക് അറിയാവുന്ന ബാങ്കൊക്കെ നിങ്ങൾ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് തന്നെ അങ്ങ് എഴുതി കൂടെ സിമ്പിളായിട്ട്. ഗോയിങ് ടു ദ തേർഡ് വൺ, ഇതുപോലെ തന്നെ MOAൻ്റെ കണ്ടൻസ് എന്തൊക്കെയാണ്, ഒരു MOയിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ള ചോദ്യങ്ങൾ കാണാറുണ്ട്. നെയിം വകുപ്പുണ്ട്. എന്താണ് ബിസിനസ്സിന് ഒരു നല്ല നെയിം ഉണ്ടാവണം. മെമ്മോറാണ്ടം എന്താണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് ആണ്. ആ ഡോക്യുമെൻറ്റിൽ കമ്പനിയുടെ പേര് വേണം. രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ് ഉണ്ട്, നമ്മുടെ രജിസ്റ്റേർഡ് ഓഫീസിൻ്റെ അഡ്രസ്സ് വേണം. ഒബ്ജക്റ്റ് ക്ലോസ്, ബിസിനസ് എന്തിനാണ് തുടങ്ങാൻ പോകുന്നത് എന്നുള്ള ഒബ്ജക്റ്റീവ് മെൻഷൻ ചെയ്തിരിക്കണം. ലയബിലിറ്റി ക്ലോസ് വേണം, എന്തരയാണ് നമ്മുടെ ഓരോ ഷെയർ ഹോൾഡേഴ്സിൻ്റെയും ലയബിലിറ്റി എന്നുള്ളത് മെൻഷൻ ചെയ്തിരിക്കണം. ക്യാപിറ്റൽ ക്ലോസ് വേണം. ക്യാപിറ്റൽ ക്ലോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനി എത്ര ക്യാപിറ്റലാണ് റേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, 100 കോടിയാണോ, 500 കോടിയാണോ, 1000 കോടിയാണോ, അല്ലെങ്കിൽ വെറും 10 ലക്ഷമാണോ, ഇത് കൃത്യമായിട്ട് നമ്മൾ മെൻഷൻ ചെയ്തിരിക്കണം. ഇതാണ് MOയിലുള്ള കണ്ടൻസ് എന്ന് പറയുന്നത്. ഇത്രയൊക്കെ ഉള്ളൂ മക്കളെ ഓരോ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. എളുപ്പത്തിൽ പഠിച്ചൂടെ? യെസ്, എളുപ്പത്തിൽ പഠിക്കാം. ഇനി പറയുന്നു, എനി 4 മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് ഓഫ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. എന്താണ് സോൾ പ്രൊപ്രൈറ്റർ എന്ന് പറഞ്ഞാൽ? ഒറ്റയാൾ ബിസിനസ് ഇടാ. നമ്മുടെ വീട്ടിൻ്റെ അടുത്ത്, എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ആരുണ്ട്, ബഷീർക്കുണ്ട്. ബഷീർക്ക് ഒരു സോൾ പ്രൊപ്രൈറ്ററാ, മൂപ്പര് ഒറ്റക്കാണ് ബിസിനസ് ചെയ്യുന്നത് അല്ലേ. അങ്ങനത്തെ ആൾക്കാരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സോൾ പ്രൊപ്രൈറ്റർ. 1 മാൻ ബിസിനസ്സിനെയാണ് പറയുന്നത് അല്ലേ. ഒരാൾ മാത്രം ഉടമസ്ഥത വഹിക്കുകയും ഭരണം നടത്തുകയും ചെയ്യുന്ന ബിസിനസ് സ്ഥാപനമാണ് ഏകാംഗ വ്യാപാരം അല്ലേ. ദ പേഴ്സൺ ഹൂ ഓൺഡ് ആൻഡ് മാനേജ് അല്ലേ, ഒരാൾ അത് ഓൺ ചെയ്ത് മാനേജ് ചെയ്യുന്ന ബിസിനസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നമ്മൾ എന്ത് വിളിക്കും, സോൾ പ്രൊപ്രൈറ്റർ എന്ന് വിളിക്കും. എന്താണ് ക്വിക്ക് ഡിസിഷൻസ്? മെറിറ്റ് പറയുന്ന സമയത്ത് പുള്ളി ഒറ്റയ്ക്ക് തീരുമാനം എടുത്താൽ മതി, പെട്ടെന്ന് തീരുമാനം എടുക്കാൻ പറ്റും. കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് ഇൻഫോർമേഷന് അദ്ദേഹം മാത്രമേ ഉള്ളൂ, മൂപ്പരുടെ രഹസ്യം മൊത്തം മൂപ്പരുള്ളിൽ തന്നെ വെച്ചാൽ മതി. നല്ല രഹസ്യ സ്വഭാവമുണ്ട്. ഇൻഡയറക്റ്റ് ഇൻസെൻറ്റീവിലെ കമ്പനി ഉണ്ടാക്കുന്ന മുഴുവൻ ലാഭവും, ആ സ്ഥാപനം ഉണ്ടാക്കുന്ന മുഴുവൻ ലാഭം ആർക്കുള്ളതാ, ഓനക്ക് മാത്രമുള്ളതാ. അടുത്ത് പറയും സെൻസ് ഓഫ് അക്കോംപ്ലിഷ്മെൻറ്റിലെ ഈ ബിസിനസ് ഇങ്ങോട്ട് സക്സസ് ആയിട്ട് നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ഒറ്റയ്ക്ക് തുടങ്ങിയ ഒരു ബിസിനസ് സക്സസ് ആവുന്ന സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രൗഡ് മൊമെൻറ്റിലെ സെൻസ് ഓഫ് അക്കോംപ്ലിഷ്മെൻറ്റ് ഉണ്ടാവും. അതേപോലെ വിജയ സംതൃപ്തി, ഈസ് ഓഫ് ഫോർമേഷൻ ആൻഡ് ക്ലോഷർ, ഈസി ആയിട്ട് തുറക്കാനും പൂട്ടാനും പറ്റുന്നുണ്ട്. ഇതൊക്കെയാണ് സോൾ പ്രൊപ്രൈറ്റർ മെറിറ്റ്സ്. എഗെയിൻ നമ്മൾ കുറ്റം പറഞ്ഞേക്കാം, പെട്ടെന്ന് ലിമിറ്റഡ് റിസോഴ്സിലായിട്ട് ഒരാൾ ഉണ്ടാക്കുന്ന റിസോഴ്സിന് കണക്കില്ലേ, പരിമിതമായ വിഭവങ്ങളേ ഉള്ളൂ, ലിമിറ്റഡ് ലൈഫേ ഉള്ളൂ അല്ലേ. ഈ പറഞ്ഞതുപോലെ തന്നെ ഇയാൾ മരിച്ചുപോയ ബിസിനസ് അവിടെ നിന്ന്. ഓക്കെ, അടുത്ത അൺലിമിറ്റഡ് ലയബിലിറ്റി. എന്നാലും ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ്. എന്തെങ്കിലും നഷ്ടം വന്നു കഴിഞ്ഞാൽ കുടുംബം ഒക്കെ എന്ത് ചെയ്യുക, സ്വത്തും ഒക്കെ വിറ്റിട്ട് എന്ത് ചെയ്യണം, കടം വീട്ടണം എന്നുള്ളതാണ്. ലിമിറ്റഡ് മാനേജ് ലയബിലിറ്റി ഒറ്റക്കാണ്. അപ്പോൾ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നത്. ഭരണശേഷിയുടെ കുറവ് എന്നുള്ളത് ഇത്രയേ ഉള്ളൂടാ. പഠിക്കാൻ വല്ല ബുദ്ധിമുട്ടും കേട്ടോ. ഈസി ആയിട്ടൊന്ന് ആലോചിച്ച് നോക്കിയാൽ എന്ത് എളുപ്പത്തിൽ നമുക്ക് ഓരോന്നും പറയാൻ പറ്റുന്നില്ലേ. ആൻഡ് ഗോയിങ് ടു ദ നെക്സ്റ്റ് ലൈൻ. എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾ നോക്കേണ്ടതെന്നുള്ളതാ. ഒരു ബിസിനസ് തുടങ്ങാൻ പോവാണ്, ചാടിക്കയറി ആരോ പറഞ്ഞ ഐഡിയയിൽ തുടങ്ങല്ല വേണ്ടത്. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സെലക്ഷൻ ദ ലൈൻ ഓഫ് ബിസിനസ്, ബിസിനസ്സിൻ്റെ തരം തിരഞ്ഞെടുക്കുക. എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കുക. ഫുഡ് ബിസിനസ് ആണോ, മാനുഫാക്ചറിങ് ആണോ, എന്താണെന്ന് വെച്ചാൽ അതൊന്ന് നോക്കി വെക്കുക. സൈസ് ഓഫ് ദി ഫേം, ബിസിനസ്സിൻ്റെ വലിപ്പം വലിയ രീതിയിൽ തുടങ്ങണോ അല്ലെങ്കിൽ ചെറുതും തുടങ്ങി വലുതിലേക്ക് പോയാൽ മതിയോ, ആ ഡിസിഷൻ എടുക്കണം. ലൊക്കേഷൻ ഓഫ് ബിസിനസ്, എവിടെയാണ് നമ്മൾ ബിസിനസ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്, എവിടെയാണ് കൂടുതൽ കച്ചവടം കിട്ടാൻ നമ്മൾ നോക്കണം. ഫൈനാൻസിങ് പ്രൊപ്പോഷൻ, നമ്മൾ ക്യാപിറ്റൽ നീഡ്സിലെ ധനസഹായം എവിടുന്ന് കിട്ടും, കടം വാങ്ങേണ്ടതുണ്ടോ അല്ലെങ്കിൽ എൻ്റെ സ്വത്ത് വിറ്റിട്ട് ഉണ്ടാക്കിയാൽ മതിയോ എന്ന് നമ്മൾ തീരുമാനിക്കണം. ഫിസിക്കൽ ഫെസിലിറ്റീസ്, നമുക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് ഒക്കെ കിട്ടുമോ എന്ന് നോക്കണം. കോമ്പറ്റൻസ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ് വർക്ക് ഫോഴ്സ്, നല്ലൊരു എന്ത് ചെയ്യണം, വർക്കേഴ്സിനെ നമ്മൾ സെറ്റ് ചെയ്യണം. ടാക്സ് പ്ലാൻ ചെയ്യണം. ബിസിനസ് എന്ത് ചെയ്യണം, ലോഞ്ച് ചെയ്യണം. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു 8 എണ്ണോ അല്ലെങ്കിൽ ഒരു 6 എണ്ണോ ഒക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. നാളെ നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മളിതൊക്കെ ശ്രദ്ധിച്ചിരിക്കണ്ടേ. അപ്പോൾ വെറുതെ പഠിക്കല്ല, ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെ പഠിച്ചു നോക്കിയാൽ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഒരു 5 ഫാക്ടർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ് കേട്ടോ. ഇനി പ്രിൻസിപ്പിൾസ് ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ അവർ ഇത് എസ്സേയിൽ ചോദിക്കണം എന്നില്ല, പക്ഷെ എന്തായാലും 5 മാർക്കിനോ 4 മാർക്കിനോ ചോദിക്കും. മിറ്റിഗേഷൻ ഓഫ് ലോസ് എന്താ പറയുന്നത്, ഫസ്റ്റ് നഷ്ടം ലഘൂകരിക്കുക എന്ന് പറയുന്നത് അല്ലേ. നമുക്ക് എന്തെങ്കിലുമൊക്കെ നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലത്തെ നമ്മൾ എന്ത് ചെയ്യണം, അത് ലഘൂകരിക്കാൻ വേണ്ടി നോക്കണം. അല്ലെങ്കിൽ എന്താണ് ഈ പറഞ്ഞതുപോലെ തന്നെ എന്ത് സംഭവിക്കും, നമ്മളിങ്ങനെ കത്തുന്നത് കണ്ടിട്ട് കത്തിക്കോട്ടെ എന്ന് വിചാരിക്കല്ലേ, നമ്മളത് കുറയ്ക്കാൻ വേണ്ടി നോക്കണം. അതേപോലെ തന്നെ വിദാംശം എന്ന് പറയുന്ന കോൺട്രിബ്യൂഷൻ. എന്താ കോൺട്രിബ്യൂഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഇവരിൽ 2 ഇൻഷുറൻസ് ഇത് എടുത്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 ഇൻഷുറൻസ് കമ്പനി നമ്മുടെ നഷ്ട പൈസ തരുമോ? ഇല്ല. അവരെന്താണ് ചെയ്യുക, കമ്പൈൻ ചെയ്തിട്ട് നമുക്കൊരു എമൗണ്ടാണ് തരിക. സബ്രിക്കേഷൻ, പരിത്യാഗം, അവരെന്തെങ്കിലും ഒരു പേയ്മെൻറ്റ് തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ റൈറ്റ് ആർക്കാണ്, ഇൻഷുറൻസ് കമ്പനിക്കാണ്. പ്രോക്സിമേറ്റ് കോഴ്സ്, ഏറ്റവും
ഏറ്റവും അടുത്തുള്ള കോഴ്സിനെ കിട്ടുള്ളൂ. ഇൻഡെമിനിറ്റി, നഷ്ടത്തിന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഒരു പൈസ തരുള്ളൂ. അടുത്തതാണ് ഇൻഷൂറബിൾ ഇൻട്രസ്റ്റ്. നമ്മൾ ഇൻഷുറൻസ് ചെയ്യുന്ന സാധനത്തിൽ നമുക്കൊരു ഇൻട്രസ്റ്റ് വേണം. ഔട്ട്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്, പരമമായ ഇതിൻ്റെ ഉത്തമ വിശ്വാസം. രണ്ടുപേരും എന്തെങ്കിലും വിശ്വസമായിരിക്കണം. കുറച്ച് മനസ്സിൽ മാഷി ഇത് ഇത്ര പെട്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ, പൂരി ലൈവ് ഉണ്ട് ഇപ്പുറത്ത് ഈ പറഞ്ഞതുപോലെ തന്നെ. അതല്ലെങ്കിൽ വെറുതെ എജുപോർട്ടിൻ്റെ പേജ് എടുത്ത് നോക്കിയാൽ മതി, ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ഡിഫൈൻഡ് സാധനങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഗോയിങ് ടു ദ MNC, 4 ഫീച്ചേഴ്സ് ഓഫ് MNC. നമുക്കറിയാം മൾട്ടിനാഷണൽ കമ്പനി. നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ പ്രൊഡക്റ്റിലൂടെ ആയിരിക്കും. കാരണം നമ്മുടെ ഇന്ത്യയിൽ എന്തില്ല, സ്വന്തമായിട്ട് സ്മാർട്ട് ഫോൺ ബ്രാൻഡ് ഇല്ല. മറ്റേതോ രാജ്യത്തിൻ്റെ പ്രൊഡക്റ്റാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. 95% 99%. അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്കറിയാം എന്താണ് MNC. കൂടുതൽ രാജ്യങ്ങളിൽ ബിസിനസ് ചെയ്യുന്നതാണ് നമ്മൾ MNC എന്ന് വിളിക്കില്ല. ആ MNCയെ കുറിച്ചുള്ള ഇതെന്താണ്, ഹ്യൂജ് ക്യാപിറ്റലാണ്. നമുക്കറിയാം ഒരുപാട് രാജ്യത്ത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ വലിയ ക്യാപിറ്റൽ അവർക്ക് ഉണ്ടാവും എന്നുള്ളത്. ഫോറിൻ കൊളാബറേഷൻ, വിദേശ എന്തുണ്ട്, ഈ പറഞ്ഞതുപോലെ തന്നെ സഹകരണം ഉണ്ട്. അവർ വലിയ വലിയ കമ്പനികളായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട്. വലിയ ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത് അല്ലേ, അഡ്വാൻസ് ടെക്നോളജി, ആധുനിക സാങ്കേതിക വിദ്യ. എക്സ്പാൻഷൻ ഓഫ് മാർക്കറ്റ് ഇറ്റ്സ് വെരി ഈസി. പുഷ്പം പോലെ അവരെന്ത് ചെയ്യും, പുതിയ മാർക്കറ്റിലേക്ക് കടന്നു ചെല്ലും. ഓക്കെ, ഇന്ത്യയിൽ ഒരു തുടങ്ങുന്നു, ദുബായി പോകുന്നു, അങ്ങനെ അവരെന്ത് ചെയ്യും, പെട്ടെന്ന് വലിയ പ്രൊഡക്റ്റ് ഇന്നോവേഷൻ അല്ലേ, പ്രൊഡക്റ്റുകൾ എപ്പോഴും പുതുമയുള്ളതായിരിക്കും എന്നുള്ളതാണ്. അത്യാധുനികമായ ഗവേഷണ വികസന ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. സെൻട്രലൈസ്ഡ് കൺട്രോൾ എന്ന് പറയുന്നു. ഈ ബിസിനസ് കൺട്രോൾ ചെയ്യുന്നതായിരിക്കും, ഒരു സെൻട്രലൈസ്ഡ് കൺട്രോൾ ആയിരിക്കും എന്നുള്ളതാണ്. ആൻഡ് ഗോയിങ് അല്ലേ, ഇതുപോലത്തെ കാര്യങ്ങൾ, ഇതുപോലത്തെ ലൈവും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ ഇതിൽ പോരി. ഈ പറഞ്ഞ പോലെ സാറങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എവിടെ ഉള്ളത്, ഇതിൻ്റെ ഒക്കെ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് നോട്ട് കിട്ടുമോ, ഈ ചോദ്യങ്ങൾ മാത്രമായിട്ടുള്ള നോട്ടുകൾ കിട്ടും. എവിടെ വരണം, നമ്മുടെ +1 എജുപോർട്ടിൻ്റെ ക്രിസ്മസ് എക്സാമിൻ്റെ ഗ്രൂപ്പ് ഉണ്ട്, സ്റ്റഡി ഗ്രൂപ്പിലേക്ക് ഇപ്പം തന്നെ ജോയിൻ ചെയ്തു. താഴത്ത് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ സ്റ്റഡി പ്ലാനും നോട്ട്സും മൈക്രോബിറ്റും ലൈവ് ലിങ്കുകളും എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യുക, അതിലൊക്കെ പോയി ലൈക്ക് അടിച്ച് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തു, ഒരു ചിലവുമില്ല. ഇനി അതല്ല, നമ്മളെ ജേർണിയിൽ ഒന്നും കൂടി ഒരു കലാശക്കോട്ടായിട്ട് അടിപൊളിയായിട്ട്, കാരണം ക്രിസ്മസ് എക്സാം ആയിട്ട്, വിച്ച് മീൻസ് ഡിസംബർ മന്ത് ആയിട്ടുണ്ട്. ജാനുവരി ഫെബ്രുവരി മാർച്ചിൽ നമുക്ക് എന്തുണ്ട്, നമ്മുടെ എക്സാം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ എക്സാമിൽ ഒന്ന് സെറ്റ് ആക്കിയാലോ, ഒന്ന് അടിപൊളിയായിട്ട് പഠിച്ചാലോ. വെറും 1,999 rupees ഫസ്റ്റ് 2000 സ്റ്റുഡൻസിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബൂസ്റ്റർ ബാച്ച് നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട് വിത്ത് ഓൾ ദ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളും ഇതേപോലെ തന്നെ ക്വസ്റ്റ്യനുകളും SE എല്ലാം കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന PYQകളും അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് ഉള്ള ആപ്പിലേക്ക് ഞാൻ എന്ത് ചെയ്യാൻ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യാണ്. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, ഫസ്റ്റ് 2000 പെടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ താഴെയുള്ള ലിങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് ഫോം ഫില്ല് ചെയ്ത് വെച്ചേക്കുക. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, അത് ചെയ്ത് വെച്ചേക്കുക. പറഞ്ഞ ഫസ്റ്റ് 2000 പെട്ടാൽ മാത്രമേ 1,999 rupees ഒരു ഡബിൾ പാസോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഫുൾ മാർക്കോട് കൂടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു വിൽ ബി ഏബിൾ ടു പാസ് ദ 11th സ്റ്റാൻഡേർഡ് എക്സാമിനേഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഓക്കെ മക്കളെ, ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻ. ക്വസ്റ്റ്യൻസ് എല്ലാം വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഐ എം സൈനിങ് ഓഫ്. ബൈ.